നമസ്കാരം, സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ 2026 ഒരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന ഒരു തിരക്കിലൊക്കെ ആയിരിക്കും നിക്ഷേപകർ എന്നറിയാം. അപ്പോൾ നമുക്ക് 2026 നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ധാരാളം സ്റ്റോക്കുകളെ കുറിച്ച് ബ്രോക്കറേജുകളൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വർഷം ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ 2026 നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന 2 സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കിന് അല്ലെങ്കിൽ ഈ 2 സ്റ്റോക്കുകൾക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള സവിശേഷതകളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഫണ്ടമെന്റലി ഈ 2 സ്റ്റോക്കുകളും കഴിഞ്ഞ ഒരു 5 വർഷത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന സമയത്തും ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് നല്ലൊരു റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് ഈ 2 സ്റ്റോക്കുകൾക്കും സാധിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആശിഷ് കജോളിയ എന്ന് പറയുന്ന ഒരു പ്രമുഖ ഇൻവെസ്റ്റർ, നമുക്ക് രാകേഷ് ജുൻജുൻവാല അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൊറിഞ്ചു വലിയത്തെ പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ഒക്കെ പോർട്ട്ഫോളിയോ നമ്മൾ പല നിക്ഷേപകരും ട്രാക്ക് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ തന്നെയാണ് ആശിഷ് കജോളിയ. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന 2 സ്റ്റോക്ക് കൂടിയാണ് ഈ 2 ഓഹരികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മേജർ പോർഷൻ, അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിലെ ഒരു മേജർ പോർഷൻ അല്ലെങ്കിൽ മേജർ കോൺട്രിബ്യൂഷൻ ഈ 2 സ്റ്റോക്കുകൾക്കും വേണ്ടിയിട്ട് അദ്ദേഹം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർട്ട്ഫോളിയോ ഇന്നത്തെ ഒരു വാല്യൂ എത്രയാണ് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാം. സോ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് സഫാരി ഇൻഡസ്ട്രീസ് ആണ്. സഫാരി ഇൻഡസ്ട്രീസ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ലഗേജ് ആക്സസറീസ് ഒക്കെയാണ് സഫാരി പ്രധാനമായിട്ടും നിർമ്മിക്കുന്നത്. ട്രാവലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കണ്ടിട്ടുണ്ടാവും സഫാരിയുടെ ലഗേജുകൾ അല്ലെങ്കിൽ ബാഗുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു ബാഗുകൾ അതുപോലെ തന്നെ ലഗേജ് ആക്സസറീസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് സഫാരി. 1974 ഈ ഒരു കമ്പനി നിലവിൽ വന്നിരിക്കുന്നത്. 1980 ഈ ഒരു കമ്പനി സഫാരി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നുള്ള പേരിൽ പബ്ലിക് കമ്പനി ആയിരുന്നു. പിന്നീട് പ്രൈവറ്റ് ആയിട്ട് മാറി. പിന്നീട് 1986 വീണ്ടും പബ്ലിക് കമ്പനി ആയിട്ട് അനൗൺസ് ചെയ്യപ്പെടുന്നത്. നിലവിൽ നോക്കുമ്പോൾ 10,819 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. ആശിഷ് കജോളിയെ സംബന്ധിച്ച് 2020 മുതൽക്ക് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏകദേശം 1.8% ഹോൾഡിംഗ്സ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഡിസംബർ 2025 കണക്ക് പ്രകാരം ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് 199 കോടി രൂപയുടെ വാല്യൂ ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ 199 കോടി രൂപയുടെ മൂല്യമാണ് നിലവിൽ അദ്ദേഹത്തിന്റെ ആ ഒരു നിക്ഷേപത്തിന് നിലവിൽ ഉള്ളത്. ഇനി ഫൈനാൻഷ്യൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 വർഷങ്ങൾക്ക് മുൻപ് 686 കോടി രൂപയുടെ ഒരു സെയിൽസ് റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കമ്പനി ആയിരുന്നു എന്നത് 5 വർഷം കൊണ്ട് 21% ഒരു CAGR ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ നോക്കുമ്പോൾ കഴിഞ്ഞൊരു സാമ്പത്തിക വർഷത്തിൽ 1772 കോടി രൂപയുടെ സെയിൽസ് കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ആയിട്ടാണെങ്കിലും ഒരു ഗ്രോത്ത് തന്നെയാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ വർഷം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും 1062 കോടി രൂപയുടെ സെയിൽസ് ഓൾറെഡി അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും വിച്ച് ഇസ് പോസിറ്റീവ്. എബിഡ നോക്കുമ്പോൾ, എബിഡ എന്ന് പറയുമ്പോൾ ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഈ ഒരു എബിഡ കണക്ക് നോക്കുമ്പോഴും 72 കോടി രൂപയായിരുന്നു FY20 അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് 26% ഒരു CAGR ഗ്രോത്ത് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് 225 കോടി രൂപയിലേക്ക് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി H1 FY26 കണക്ക് നോക്കുമ്പോൾ 153 കോടി രൂപയുടെ എബിഡ കണക്കുകളാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നെറ്റ് പ്രോഫിറ്റ് ആണ് നോക്കേണ്ടത്. പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കണം. നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 35% CAGR ഗ്രോത്ത് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. FY20 31 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ അത് 143 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. H1 FY26 97 കോടി രൂപ, അതായത് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ, ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ആദ്യത്തെ 6 മാസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ അവർ 97 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അവരുടെ Q2 നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 527 കോടി രൂപയുടെ ഒരു നെറ്റ് സെയിൽസ് ജൂൺ ക്വാർട്ടറിൽ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു വർഷത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 17% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 50 കോടിയായിട്ട് ജൂൺ ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലും ഒരു 14% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എബിഡ 85 കോടി രൂപ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി
ഓഹരി വിപണിയിൽ അവരുടെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് 5 വർഷം കൊണ്ട് നല്ലൊരു റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 700% റിട്ടേൺ ആണ് 5 വർഷം കൊണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുൻപ് 275 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു തുടർന്നിട്ടുണ്ടായിരുന്നത് എന്നത് പതിയെ സ്റ്റോക്ക് 2208 രൂപയിലേക്ക് ഉയരുന്നൊരു സാഹചര്യമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതായത് നമ്മളൊരു ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ 5 വർഷം മുൻപ് ഒരു 1 ലക്ഷം രൂപയൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് മേ ബി ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നല്ലൊരു റിട്ടേൺ നൽകാൻ സാധിച്ചതിന് ഒരു 8 ലക്ഷത്തിനടുത്തേക്കൊക്കെ ആ ഒരു റിട്ടേൺ വളരാനുള്ള സാധ്യതയുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 2837 രൂപയാണ്. ഇപ്പോൾ ഒരു ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരു 20% കറക്ഷൻ ഈ ഒരു സ്റ്റോക്കിൽ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. 2200 രൂപയ്ക്ക് മുകളിലാണ് നിലവിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യുന്നത്. ഈ വർഷത്തെ പെർഫോമൻസ് ചാർട്ട് എടുത്ത് നോക്കിയാലും ഒരു 15% ഒരു ഇടിവാണ് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇനി അവരുടെ വാല്യുവേഷൻ ആണ് അവസാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു പാരാമീറ്റർ. വാല്യുവേഷൻ നോക്കുന്ന സമയത്ത് കുറച്ച് ഓവർ ഹീറ്റഡ് ആണ്. കാരണം ഇൻഡസ്ട്രി മീഡിയം നോക്കുമ്പോൾ 40x ആണ് ഇൻഡസ്ട്രി പി എന്ന് പറയുന്നത്. എന്നത് സ്റ്റോക്കിന്റെ പി എന്ന് പറയുന്നത് 65 മടങ്ങാണ്. അപ്പോൾ സ്റ്റോക്കിന്റെ പി കുറച്ച് ഓവർ വാല്യൂഡ് ആണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി 10 ഇയർ മീഡിയനിൽ പി നോക്കുന്ന സമയത്തും 69 മടങ്ങാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് ഓൾസോ ഹൈ. സോ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ റിസ്ക് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കുറച്ച് ഓവർ ഹീറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പുൾ ബാക്ക് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ തള്ളിക്കളയാനും സാധിക്കില്ല. ഇനി കഴിഞ്ഞൊരു 12 മാസത്തിനിടയിൽ സഫാരിയെ സംബന്ധിച്ച് 3.5 രൂപയുടെ ഒരു ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട്. വിച്ച് മീൻസ് ഡിവിഡൻഡും നൽകാൻ വേണ്ടിയിട്ട് കാപ്പബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് സഫാരി ഇൻഡസ്ട്രീസ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി അവരുടെ ലാസ്റ്റ് ഇയറിലെ ആനുവൽ റിപ്പോർട്ട് പ്രകാരം ഈ ഒരു ഓർഗനൈസ്ഡ് ലഗേജ് ഇൻഡസ്ട്രിയിൽ ഒരു ടോപ്പ് ബ്രാൻഡ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് സഫാരി ഇൻഡസ്ട്രീസിന് സാധിച്ചിട്ടുണ്ട്. ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മുന്നോട്ടേക്ക് നോക്കുന്ന സമയത്തും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. വാച്ച് ലിസ്റ്റിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി വരുന്ന റിസൾട്ടുകൾ എങ്ങനെയാണെന്നുള്ളത് ട്രാക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് അവർ ഫൈനാൻഷ്യലി പെർഫോം ചെയ്യുന്നതും കൂടി ട്രാക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് ഷൈലി എഞ്ചിനീയറിംഗ് ആണ്. ഈ ഒരു സ്റ്റോക്കും കഴിഞ്ഞ 5 വർഷത്തിനിടയിലും ഭയങ്കര നല്ലൊരു റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1987 ഈ ഒരു കമ്പനി സ്ഥാപിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇഞ്ചക്ഷൻ മോൾഡഡ് പ്രസിഷൻ പ്ലാസ്റ്റിക് കോമ്പണൻസ് അങ്ങനത്തെ ഉൽപ്പന്നങ്ങളാണ്. അതായത് ഇപ്പോൾ ഈ സിറിഞ്ച് അങ്ങനെയുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സിന് ആവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് പ്രൊഡക്ട്സുകൾ, അത്തരം പ്രൊഡക്റ്റുകളൊക്കെയാണ് മെയിനായിട്ടും കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് അവരുടെ മെയിൻ ബിസിനസ് പോകുന്നത്. 10882 കോടി രൂപയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പാണ് നിലവിലുള്ളത്. സൺഫാർമ, ഗ്ലെൻമാർക്ക്, ലുബിൻ, നാറ്റ്കോ, സൈഡസ്, വോക്ഹാർഡറ്റ്, സണോഫി പോലുള്ള കമ്പനികളൊക്കെ ആയിട്ടാണ് ടൈപ്പ് ആയിട്ടുള്ളത്. ഇവർക്കൊക്കെയാണ് അവർ ഈ പറയുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ 2015 മുതൽക്കേ ആശിഷ് കജോലയ്ക്ക് സ്റ്റേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്ന് തന്നെയാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 5.2% ഒരു ഹോൾഡിങ്സ് ആണ് ഈ ഒരു സ്റ്റോക്കിലുള്ളത്. അതായത് അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കൂടുതൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. 566 കോടി രൂപയുടെ ഒരു മൂല്യമാണ് നിലവിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന് ഉള്ള എന്നുള്ളതുമാണ് നമുക്ക് കണക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആശിഷ് കജോലിയെ സംബന്ധിച്ച് 48ഓളം സ്റ്റോക്കുകളാണ് അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിൽ ഉള്ളത്. 2670 കോടി രൂപയുടെ ഒരു പോർട്ട്ഫോളിയോ ആണ് അദ്ദേഹം മാനേജ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്ന ഓഹരിയിൽ ഒന്ന് തന്നെയാണ് ഈ ഷൈലി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഒരു ഏറ്റവും വലിയ ഹോൾഡിങ്സ് ഉള്ള ഒരു സ്റ്റോക്കാണിത്. ഇനി അവരുടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ 5 വർഷങ്ങൾക്ക് മുൻപ് 568 കോടി രൂപയുടെ ഒരു സെയിൽസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞൊരു സാമ്പത്തിക വർഷമായപ്പോഴേക്കും അത് 787 കോടി രൂപയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 5 വർഷം കൊണ്ട് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് സെയിൽസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 11% CAGR ഗ്രോത്ത് ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വർഷം നോക്കുമ്പോഴും ആദ്യത്തെ 6 മാസം പിന്നിട്ടപ്പോഴേക്കും തന്നെ 504 കോടി രൂപയുടെ സെയിൽസ് അവർ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി
എബിഡ നോക്കുമ്പോഴും 82 കോടി രൂപയിൽ നിന്ന് 177 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 30% CAGR ഗ്രോത്ത് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷം ആദ്യത്തെ 6 മാസം കഴിഞ്ഞപ്പോഴേക്കും 147 കോടി രൂപയുടെ എബിഡയും കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ 35 കോടി രൂപയിൽ നിന്ന് 93 കോടി രൂപയായിട്ട് 5 വർഷം കൊണ്ട് ഗ്രാജുവലി അത് വർദ്ധിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 38% CAGR ഗ്രോത്ത് ആണ് നെറ്റ് പ്രോഫിറ്റിൽ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് കമ്പനി അച്ചീവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ആദ്യത്തെ 6 മാസത്തിൽ 92 കോടി രൂപയുടെ പ്രോഫിറ്റ് ഓൾറെഡി അവർ അച്ചീവ് ചെയ്തിട്ടുമുണ്ട്. അതായത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു റിപ്പോർട്ടാണ് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം 150 രൂപ റേഞ്ചിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്നത് ഈ ഒരു ഡിസംബറിൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് 2300 രൂപയ്ക്ക് മുകളിലാണ് ട്രേഡിംഗ് നടത്തുന്നത്. അതായത് ഏകദേശം 1480% അടുത്ത് ഒരു റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ച് Q2 ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയർ 133% ഗ്രോത്ത് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 51 കോടി രൂപയാണ് ഇത്തവണ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി കമ്പനിയുടെ റവന്യൂവിൽ നോക്കുമ്പോഴും എക്സെപ്ഷണൽ പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഫണ്ടമെന്റലി നോക്കുമ്പോൾ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കും കുറച്ച് ഓവർ ഹീറ്റഡ് ആണ്. കാരണം അവരുടെ PE നോക്കുമ്പോൾ 74 മടങ്ങായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇൻഡസ്ട്രി മീഡിയൻ 23 മാത്രം ഉള്ളപ്പോഴാണ് ഈ 74 എന്നുള്ളൊരു റേഞ്ചിലേക്ക് ഈ ഒരു സ്റ്റോക്ക് ഉയർന്നിരിക്കുന്നത്. അതായത് കുറച്ച് പ്രീമിയം ആയിട്ടാണ് ഈ സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞൊരു 10 വർഷത്തെ മീഡിയൻ PE നോക്കുന്ന സമയത്തും 51x ആണ് കാണുന്നത്. അതായത് ഇൻഡസ്ട്രി മീഡിയം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഗ്യാപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഓഹരി കുറച്ച് അധികം തന്നെ ഒരു പ്രീമിയം കൂടുതലായിട്ട് തന്നെയാണ് നിലവിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. സോ അത് തന്നെയാണ് നമുക്ക് മുന്നിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസ്ക്. സോ ഈ വർഷം ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഏകദേശം 66% ഒരു പോസിറ്റീവ് റിട്ടേൺ ഈ വർഷം നൽകിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ പോസിറ്റീവായിട്ട് തന്നെ റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ഷൈലി എഞ്ചിനീയറിംഗ്. അതിനാൽ തന്നെ വരും വർഷത്തിൽ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ പറയുന്ന പോലെ തന്നെ ഓവർ ഹീറ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയരുത്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് ട്രാക്ക് ചെയ്യുക, അവരുടെ റിസൾട്ടുകൾ നോക്കുക. ഡിസ്കൗണ്ടിൽ വരുന്ന സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ലോങ് ടേം പെർസ്പെക്റ്റീവിലേക്ക് നോക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റി ആയിട്ടും കൂടെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. സോ റിസൾട്ടുകൾ ട്രാക്ക് ചെയ്യുക, അവരെങ്ങനെയാണ് ഫർദർ ആയിട്ട് പെർഫോം ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക. സോ 2026 വാച്ച് ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന 2 ഓഹരികളാണിത്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ ആയിട്ട് സ്വീകരിക്കരുത്. നിങ്ങൾ ഒരു ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കുക.